This video is sponsored by SBO Digital Marketing. വീട്ടിലിരുന്നുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റിയ പാർട്ട് ടൈം ജോബ് സെർച്ച് ചെയ്യുന്നതാണോ നിങ്ങൾ? അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ ആപ്പായ ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഷെയർ ചാറ്റ് വഴി കണ്ടൻറ്റ് ഷെയർ ചെയ്ത് നിങ്ങൾക്കിവിടെ ഏൺ ചെയ്യാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഏൺ ചെയ്യുക മാത്രമല്ല ലേൺ ചെയ്യാനും പഠിക്കും. ഞാൻ പറയുന്നു, ലേൺ ചെയ്ത് ഏൺ ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് ഈ പ്ലാറ്റ്ഫോം തരുന്നുണ്ട്. മോർ ഡീറ്റെയിൽസിന് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. இப்போ அதிக பெரிய தப்பு தினம் ₹300 சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் ₹300 சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷனில் கொடுத்திருக்க നമ്പർക്ക് വാട്സ്ആപ്പ് பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ജാക്ക് ഫ്രൂട്ട് റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, അങ്ങനെ നമുക്കും കിട്ടിയൊരു വലിയ ചക്ക. ആ ചക്ക മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ തോന്നുന്നത്, ഇത് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാൻ തീരുമാനിച്ച് നമ്മൾ. ഇത് നല്ല വരിക്ക ചക്കയായിരുന്നു. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ടോ നോക്കിയപ്പോഴത്തേക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് മിൽക്ക് മെയ്ഡും ഉണ്ട്. ശരി, അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ തന്നെ നമ്മൾ പ്ലാനിട്ട്. നല്ല മധുരമുള്ള വരിക്ക ചക്കയായിരുന്നു കേട്ടോ. ഐസ്ക്രീം ഉണ്ടാക്കിയാണെങ്കിൽ ഈ ടേസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചു പോയി. അത്ര നല്ല അടിപൊളി ചക്കയായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ അടുത്ത് കുറച്ച് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു, പിന്നെ മിൽക്ക് മെയ്ഡും 2 സ്പൂണും. അപ്പോൾ ഇതിനെ കൂടി ചേർത്ത് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം അതിൻ്റെ സീഡ്സൊക്കെ മാറ്റി നമ്മൾ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ആകെ ഒരു 5-8 എണ്ണം എടുത്തിട്ടുള്ളൂ. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ക്രീം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിലേക്ക് അരച്ച് വെച്ചിരുന്ന ജാക്ക് ഫ്രൂട്ടിൻ്റെ പേസ്റ്റ് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഇനി ആ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാണ് നമ്മൾ സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇതിനി ഫ്രീസറിൽ വെക്കണോ, ഇതിങ്ങനെ തന്നെ കഴിച്ചാൽ പോരെ എന്നൊക്കെ തോന്നി. എന്നുവെച്ചാൽ അത്രയും സ്മൂത്തായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമായിട്ട് തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് വെച്ചു. ആറ് മണിക്കൂറൊന്നും ക്ഷമിക്കാനുള്ള ക്ഷമ ഇവർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മളതിന് ഫ്രീസറിൽ നിന്ന് എടുത്തു. ഈ പരുവത്തിനെ കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ, ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.